ഒടുവിൽ രാഹുലിൻ്റെ റേപ്പ് ആസ്വദിച്ച് 24 ഹാഷ്മി. പ്രിയമുള്ളവരെ, ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു തുടങ്ങി. കള്ളക്കേസുകളിൽ, അപവാദ പ്രചരണങ്ങളിൽ കൃത്യമായ വ്യക്തമായ മറുപടി അദ്ദേഹം പറഞ്ഞു തുടങ്ങി. 24 ചാനൽ ഇന്നലെ വൈകിട്ട് 5 മണിക്ക് പാർട്ടി എന്നെ കേട്ടില്ല എന്ന തലക്കെട്ടോടെ പുറത്തുവിട്ട ഹാഷ്മിയുമായുള്ള ആ ഇൻ്റർവ്യൂ എല്ലാവരും ഒന്ന് കാണുക തന്നെ വേണം. അത് പുറത്തുവിട്ട് 2 മണിക്കൂറിനുള്ളിൽ 3 ലക്ഷത്തിലധികം പേർ അത് കണ്ടു. അതിൽ 90% ആളുകളും രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് കമൻറ്റുകളും ഇട്ടിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം അതിലുണ്ട്. അഭിമുഖത്തിന് അവസാനം രാഹുൽ അവതാരകനായ പാഴ്ശ്രമം നടത്തിയ ഹാഷ്മിക്ക് കൊടുത്ത ഒരു ഉപദേശമുണ്ട്. ഞാൻ പറയുന്നതും താങ്കൾ പറയുന്നതെല്ലാം ജനങ്ങൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ആരും അതിൻ്റെ പരിപൂർണ വിധികർത്താക്കളാകണ്ട, ജനങ്ങൾക്ക് വിട്ടേക്ക്. അതെ, ഡേ മാപ്രേ, നിനക്ക് എന്തെങ്കിലുമൊക്കെ സ്ക്രിപ്റ്റ് അടിച്ചു തരുന്നത് പറഞ്ഞു, പക്ഷേ വിധികർത്താവാൻ ശ്രമിക്കേണ്ട. അത് നടക്കില്ല. കാരണം ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഉപജീവനത്തിനുള്ള പണിയാണിതെന്ന് ജനങ്ങൾക്കെല്ലാം മനസ്സിലാകുമെന്ന്. ശരിക്കും ഹാഷ്മി രാഹുലിൻ്റെ ആ മൃദുവായ ബലാത്സംഗം അവസാനം വരെ അറിയാതെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഞരക്കം പോലും നമുക്ക് കേൾക്കുവാൻ സാധിച്ചില്ല. ഇടതുപക്ഷത്തിൻ്റെ നാവായി 24 മണിക്കൂറും ഇരുന്ന് പ്രവർത്തിക്കുന്ന 24 ചാനലിൽ വന്ന ഈ ഇൻ്റർവ്യൂ കാണണം എന്ന് ഞാൻ പറയുവാൻ കാരണം, രാഹുലിൻ്റെ ഈ മറുപടി കണ്ട, രാഹുലിനെ തീർക്കുവാൻ കൊട്ടേഷൻ എടുത്ത ഒരൊറ്റ മുഖ്യധാര മാധ്യമങ്ങളും ഇനി രാഹുലിനെ വിളിച്ച് ഒരു അഭിമുഖം നടത്തുവാൻ ധൈര്യപ്പെടില്ല. കാരണം ഹാഷ്മിയുടെ അണ്ണാക്കിലെ പിരിവെട്ടിച്ച പോലെ അവന്മാരെയും നശിപ്പിച്ചു കളയുമെന്ന് അവന്മാർക്കറിയാം. ശ്രീകണ്ഠൻ നായർ എഴുതി കൊടുത്ത ചോദ്യങ്ങൾ എഴുതിയ കടലാസ കഷ്ണങ്ങൾ ഹാഷ്മിയുടെ മടിയിലിരിക്കുന്നത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഹാഷ്മി ഉദ്ദേശിച്ച പോലെ ആ ഇൻ്റർവ്യൂ പോകാത്തതിൽ ഹാഷ്മി ഇടയ്ക്ക് അസ്വസ്ഥപ്പെടുന്നതും രാഹുലിൻ്റെ വാക്കുകളെ തടസ്സപ്പെടുത്തുന്നതുമൊക്കെ ഏത് ശ്രീകണ്ഠനെ കണ്ടാലും മനസ്സിലാവും. രാഹുലിൻ്റെ ഈ ഒരൊറ്റ ഇൻ്റർവ്യൂ കണ്ടാൽ മതി ജനങ്ങൾക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ക്ലാരിറ്റി കിട്ടും. ഇന്നലെ രാവിലെ മുതൽ ഏഷ്യാനെറ്റ് രാഹുൽ സഭയിൽ വരാതിരിക്കുവാനുള്ള കുൽസിതങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വന്നാൽ എത്തിക്സ് കമ്മിറ്റി മൂക്കിൽ കയറ്റും എന്നൊക്കെയായിരുന്നു വായ്ത്താരി. ന്യൂസ് 18 എന്ന ആരും കാണാത്ത, ആർക്കും വേണ്ടാത്ത കുറേ ജേർണലിസ്റ്റുകളുള്ള ആ ചാനലിൽ പഴയ വോയിസ് ക്ലിപ്പുകൾ ഇട്ട് പുതിയ ക്ലിപ്പുകൾ വന്നു എന്നും പറഞ്ഞൊന്ന് പയറ്റി നോക്കി. പക്ഷെ അതും ഏശിയില്ല. ആ വീഡിയോയുടെ താഴെ നാട്ടുകാരുടെ തെറി കണ്ടാൽ ഇവന്മാർ പോയി ചത്തുകളയും. രാഹുലിനെ അങ്ങ് തീർത്തുകളയാമെന്ന് വ്യാമോഹിച്ചാണ് 24 ചാനൽ രാഹുലുമായി ഒരു അഭിമുഖം തയ്യാറാക്കിയത്. പക്ഷേ രാഹുൽ നാവടപ്പിച്ച് കളഞ്ഞു ഹാഷ്മിയുടെ. വ്യാജ ആരോപണങ്ങൾ പറഞ്ഞ് വ്യക്തിഹത്യ ചെയ്ത് കടിച്ചു കീറിയത് പോരാഞ്ഞ് വീണ്ടും പിതൃശൂന്യപരമായ ചോദ്യങ്ങൾ ആവർത്തിച്ച ഹാഷ്മി എന്ന അധമ മാപ്രയുടെ അണ്ണാക്കിൽ പിരിവെട്ടിച്ചുകൊണ്ട് എത്ര തന്മയത്വത്തോടെയാണ് രാഹുൽ മറുപടി പറഞ്ഞത് എന്ന് നിങ്ങളെല്ലാവരും കാണണം. നെട്ടൂർ കേക്കച്ച, നീയും നിൻ്റെ കേക്കച്ചിയും ഇരുന്ന് ഇതൊന്ന് ശ്രദ്ധാപൂർവം കേൾക്കണം. നിനക്കൊരു പരുക്ക് ഒരു വാക്കുകൊണ്ട് പോലും വരരുത് എന്ന് കരുതി രാഹുൽ കാണിച്ച ആ മാന്യത എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? നല്ല ഒരു അപ്പന് നല്ല വിത്തിൽ പിറന്നവനായതുകൊണ്ടാണ് രാഹുൽ ആ മാന്യത കാണിച്ചത്. താങ്കൾക്ക് ഇല്ലാതെ പോയതും അതാണ്. നല്ല PR ഏജൻസിയെ വെച്ചാലൊന്നും അത് കിട്ടുന്ന ഒന്നല്ല. ഇന്ന് രാഹുലിന് നിധി തേടിയുള്ള മിഷൻ 250യുടെ 113ാം ദിനം. രാഹുലിനെ സകലമാന കള്ളന്മാരും ചേർന്ന് തീർക്കുവാൻ ഇപ്പോഴും ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളുടെ ശബ്ദം ഉയരണം. അധമ മാധ്യമ ജഡ്ജിമാരുടെ വിധികൾക്ക് ജനങ്ങൾ ചുട്ട മറുപടി കൊടുക്കേണ്ടുന്ന സമയമാണ് ഇത്. അതുകൊണ്ട് പ്രതികരണങ്ങൾ തുടരട്ടെ അതിശക്തമായി. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഞാൻ ഖത്തറിൽ നിന്നാണ് വിളിക്കുന്നത്. സാറിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാര്യം പറയട്ടെ, ഞാനൊരു പാർട്ടി ഡിവോട്ടി അങ്ങനത്തെ ഇതൊന്നും അല്ല. ഞാൻ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ ഇന്നുവരെ വോട്ടും ചെയ്തിട്ടില്ല, ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് പറയാനുള്ള റൈറ്റ്സ് ഉണ്ടോയെന്നും എനിക്കറിയത്തില്ല. ബട്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം വന്നപ്പോൾ ഇന്ന് കണ്ട ഇന്റർവ്യൂവിൽ ആള് നല്ല ഫയർ ആയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഒരുപാട് പറയാൻ ബാക്കി വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ ഇത്രയും ദിവസം നമുക്ക് എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതെ അതെ.
ഇത്രയും നാളും എനിക്ക് എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ. അത് വളരെ വളരെ ക്ലിയർ ആയിട്ട് പൊളിച്ച അവർ വായടപ്പിച്ച് കളഞ്ഞില്ലേ? തീർച്ചയായിട്ടും. ഒരിക്കലും നമ്മളിപ്പം എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണ്ട എന്നുള്ള ഒരു രീതിയിലാണ് വന്നിരുന്നത് ഇത്രയും ദിവസം. ഈവൻ കോടതി അത് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നമുക്ക് ഇത് സത്യം പറഞ്ഞാൽ ഇത് ഒരിക്കലും ഇത് ഫാബ്രിക്കേറ്റഡ് കേസാണ്. സത്യം പറഞ്ഞാൽ അത് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്തേ പറ്റൂ. ഫാബ്രിക്കേറ്റ് കേസസ് ആണ്. ബട്ട് ഇന്ന് അദ്ദേഹം വന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് എന്തോ പറയാൻ ബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും ദിവസം ഞാൻ ഫുള്ളി സപ്പോർട്ടഡ് അല്ലായിരുന്നു ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നമുക്ക് പുറത്തു കൊണ്ടുവരാനുള്ള രീതിയിൽ, അതായത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. അല്ല, അതാണല്ലോ ഈ ബോധ്യം, ഉത്തമ ബോധ്യം തുടക്കത്തിലേ ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ ഞങ്ങള് മിഷൻ 250 ആദ്യമേ മിഷൻ 60 ആരംഭിച്ചു. അതിനുശേഷം മിഷൻ 250 ഇതിന്റെ പിന്നിൽ ആരാണെന്നും എന്താണെന്നും ആ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലായത് കൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ ഒരു മിഷൻ 250 ആരംഭിച്ചത്. അത് കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം കൃത്യമായിട്ട് അത് പറഞ്ഞു, എത്ര ട്രൈറ്റേഴ്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും അത് കൃത്യമായിട്ട് പുള്ളി അത് വളരെ സഹിഷ്ണുതയോടുകൂടി വളരെ മിതത്വത്തോടുകൂടി പുള്ളി അത് റിവീൽ ചെയ്തിട്ടുണ്ട്. ഇവന്മാർ അബദ്ധം കാണിച്ചതായിരിക്കും. രാഹുലിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം കിട്ടും, അല്ലെങ്കിൽ രാഹുലിനെ കൂടുതൽ വലിച്ചു കീറാം എന്ന ലക്ഷ്യത്തോടെ, നല്ല ഉദ്ദേശത്തോടൊന്നും ആയിരിക്കത്തില്ല അപ്രകാരം ഒരു ഇന്റർവ്യൂ അവന്മാർ ചെയ്തത്. ആ അസ്വസ്ഥത മുഴുവൻ ഹാഷ്മിയുടെ മുഖത്തും ഉണ്ടായിരുന്നു, ഹാഷ്മിയുടെ സംസാരത്തിലുണ്ടായിരുന്നു. ഉദ്ദേശിച്ച പോലൊന്നും രാഹുലിന്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ല എന്ന് മാത്രമല്ല, രാഹുൽ അതിൽ സ്കോർ ചെയ്തു എന്നുള്ള വിഷമത്തോടു കൂടിയാണ് അവർ ആ ഇന്റർവ്യൂ അവസാനിപ്പിച്ചേക്കുന്നത്. അതെ, ഇന്ന് സാറിനോട് ഞാനിപ്പം പറയുന്നത്, എനിക്ക് വളരെ ബഹുമാനത്തോടു കൂടി ഞാൻ കാണുന്ന കുറച്ച് പത്രപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഹാഷ്മി എന്റെ നാട്ടുകാരനാണ് ശരിക്കും പറഞ്ഞ. ഓക്കെ, ഒന്നത്. രണ്ട്, സ്മൃതി പരുത്തിക്കാട്, അവര് നല്ല രീതിയിൽ ന്യൂസ് പ്രസന്റ് ചെയ്യുന്ന വ്യക്തികൾ. അങ്ങനെ കുറച്ച് പേരുണ്ട്, മാതൃഭൂമിയിലായാലും എല്ലാവരും നല്ല ഇതുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇന്ന് ഹാഷ്മി ആക്ച്വലി ഇന്റർഫിയർ ചെയ്ത് അദ്ദേഹത്തിനെ പ്രൊവോക്ക് ചെയ്യാനുള്ള ഇതാണ് നോക്കിക്കൊണ്ടിരുന്നത്. കാരണം അവന്റെ ഗതികേട്, കാരണം നിങ്ങൾ പറഞ്ഞല്ലോ ഇവരൊക്കെ നല്ല മാധ്യമ പ്രവർത്തകരാണെന്ന്. ഗതികെട്ട മാധ്യമ പ്രവർത്തകരെന്ന്. കാരണം ഈ പരുത്തിക്കാടെന്ന് പറഞ്ഞ അവരുടെ ഈ കാട്ടുകള്ളന്മാരുടെ ചാനലിൽ പോയിരുന്ന് ഈ കേക്കച്ചനെ വെളുപ്പിക്കുക എന്ന് പറഞ്ഞ പണി ഇവരാണോ മാധ്യമ പ്രവർത്തക? അതുപോലെ തന്നെ ഈ ഹാഷ്മിക്ക് ഈ സത്യം അറിയാഞ്ഞിട്ട് ഇവൻ ഗതികേട് കൊണ്ട് ശ്രദ്ധിച്ചായിരുന്നോ? ശ്രീകണ്ഠൻ നായർ എഴുതി കൊടുത്ത ആ ചോദ്യം പേപ്പറില് അവന്റെ മടിയിലിരിപ്പുണ്ടായിരുന്നു. ആ ഗതികേടിലിരുന്ന് അവന്റെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ചെയ്ത ഒരു വാർത്താ പണിക്കാരൻ ഇവനാണോ നിങ്ങൾ പറയുന്നത് നല്ല മാധ്യമപ്രവർത്തകൻ? അത്രേ ഉള്ളൂ. അവന്റെ ഗതികേട് നമ്മൾ കണ്ടു. ഇനി ഒരൊറ്റ ഈ പറഞ്ഞ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്നവന്മാര് ഇവന്മാരുടെ കള്ളപ്പണം മേടിച്ച് ഇവനെതിരെ ഈ ക്യാമ്പയിൻ ചെയ്ത് ഒറ്റയൊരുത്തനും രാഹുലിന്റെ ഒരു ഇന്റർവ്യൂ ഇനിയും കൊടുക്കൂല. കാരണം അവനാണൊരുത്തനും അവന്റെ വായ്ക്ക് മുന്നിൽ ഇന്ന് ഈ കേരളത്തിലുള്ള ഒറ്റ മാപ്പറുകൾക്കും അവൻ പറയുന്ന മറുപടിക്കോ അവനോളം ഉയരാനോ ഇവർക്ക് പറ്റത്തില്ല. രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ആള് ഉയർന്ന് വേറെ ലെവലിൽ മാറിയിരിക്കും. ഇവന്മാര് വളർത്തി, അതാ പറഞ്ഞേ, രാഹുലിനെ ഇവന്മാര് എന്നൊക്കെ പണിയാൻ നോക്കിയോ അന്നൊക്കെ രാഹുൽ വളർന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വളർന്നിരിക്കും. മുണ്ടക്കയത്തുനിന്ന് ഒരു മീൻ കച്ചവടക്കാരനാ വിളിക്കുന്നത്, പേര് ബാബു. സാറേ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ ഞാൻ രാഹുൽ എവിടെ നിൽക്കുന്ന രാഹുലിന് വേണ്ടി ഒന്ന് പ്രവർത്തിക്കും. അത്ര എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടാ പറയുന്നത്. താങ്കൾ കോൺഗ്രസ്സുകാരനാണോ? കോൺഗ്രസ്സുകാരനൊന്നുമല്ല. ഈ വി ഡി സതീശന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്റെ സാറേ, അതൊന്നും പറയണ്ട. നമ്മൾ കേട്ട് മടുത്ത നമുക്കിപ്പോ സാറിനോട് പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരു മീൻകാരന്റെ രീതിയിൽ പൂവും കായും ഒക്കെ പറയും. അതൊന്നും നമുക്ക് പറയാൻ കൊള്ളുകയില്ല. അതൊന്നും നമുക്ക് ഒരാൾ കാരണം കൊണ്ടാണ് ഇപ്പൊ ഈ കോൺഗ്രസ് കിടന്ന് അനുഭവിക്കുന്നത്. ഈ ഒരു ഭരണം മാറണമെന്ന് തന്നെ നമ്മുടെ ഒരു തീരുമാനം. 2 പ്രാവശ്യം ഈ ഇടതുപക്ഷത്തിന് ചെയ്ത 2 പ്രാവശ്യം ഈ പിണറായി അധികാരത്തിൽ വന്ന് പിണറായിയുടെ ഈ ഒടുക്കത്തെ ഭരണം കാരണം കൊണ്ട് നിലനിൽപ്പില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം കോൺഗ്രസ് വരണമെന്നും പറഞ്ഞ് ആഗ്രഹിച്ചൊഴിക്കുമ്പോ ഇവിടെ തൊഴുത്തിക്കുത്ത എന്നാ ചെയ്യും സാറേ? ഇങ്ങനെ ആയിപ്പോയാ രാഹുലിനെ ഇവന്മാർ ഒതുക്കിയതാന്ന് ജനങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ? അതിപ്പോ എല്ലാവർക്കും മനസ്സിലായി. നമ്മൾ വാർത്ത കേൾക്കുമ്പോഴേ ഇത് നടന്ന കാര്യമൊന്നും അല്ലെന്ന് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊന്നും നടന്ന കാര്യമല്ല. ഇതൊക്കെ ചുമ്മാ ഉണ്ടാക്കിയെടുക്കുന്ന അങ്ങനെ ഒരു പ്രതിയേ ഇല്ല നമ്മുടെ കാഴ്ചപ്പാടിലേ ഇല്ല. അത് ചുമ്മാ ഒരു പ്രതി ഇല്ലാതെ ഇങ്ങനെ കൊണ്ടുവന്ന ഇപ്പൊ ഒരു 14-18 ദിവസം കൊണ്ട് സബ് ജയിലിൽ ഞങ്ങളും ഒക്കെ കിടന്നതാ. ഈ സബ് ജയിലിൽ കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ വലിയ
അങ്ങേറ്റം വലിയ അതൊരു നേട്ടമാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും അവര്. ഇത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജനങ്ങളൊക്കെ മിണ്ടായിരിക്കും. ഇനി ഈ തെരഞ്ഞെടുപ്പ് വരട്ടെ എന്നോർത്തുകൊണ്ട് കാത്തിരിക്കുക നെഞ്ചത്ത് കുത്താൻ വേണ്ടി. ഈ സതീശനെ മുന്നിൽ നിർത്തി ഈ സതീശൻ ഇതുപോലൊരു യാത്ര നടത്താൻ പോവാ. ഇവൻ യാത്ര നടത്തിയാൽ കോൺഗ്രസിനും UDF-നും ഗുണമുണ്ടാവുമോ ദോഷം ഉണ്ടാവുമോ? എന്റെ പൊന്നെ സാറേ, ഒന്നും പറയണ്ട. പിന്നെ ഉള്ളവർ തന്നെ ഉള്ളത് പുറകോട്ട് വലിയല്ലാതെ ഒന്നും നടക്കുകയില്ല. അല്ലെ കണ്ടോട്ടെ, വന്നോട്ടെ എവിടെയെങ്കിലും. ഞങ്ങളുടെ ഈ ഭാഗത്തു കൂടെ ഒക്കെ മുണ്ടക്കത്ത് കൂടെ ഒക്കെ വരുവാണെങ്കിലേ ഞങ്ങൾ അതിന്റെ രീതി കൂയിക്കോളാം. വരട്ടെ, വന്നു കഴിയുമ്പോ ഞങ്ങൾ പറയാം, നേരിട്ട് പറയാമല്ലോ. ഞങ്ങൾക്ക് പോലീസിന് അങ്ങനെയൊന്നും പേടിയൊന്നുമില്ല. എന്ത് വേണേലും പറയാലോ. കൊണ്ട് കൊല്ലത്തൊന്നുമില്ലല്ലോ. പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് സബ്ജയിൽ കൊണ്ട് ഇടുവാനൊക്കെ ഒരു 14 ദിവസമല്ലേ ഇടാൻ പറ്റുള്ളൂ. ഒന്ന് കൂകിയാലും കാറിയാലും ഒക്കെ. അത് ഞങ്ങൾ ചെയ്യും. വരുവാണെങ്കിൽ ഇതിലെ വരുവാണെങ്കിൽ എവിടെയെങ്കിലും പൊതുയോഗത്തിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ വരുവാണെങ്കിൽ നേരിട്ട് പറയും. അത് ഇങ്ങനെ ഞങ്ങൾ കുറെ ചെറുപ്പക്കാർ അങ്ങനെ തന്നെ നിൽക്കുക. മുണ്ടക്കാൻ വഴി വന്ന കോൺഗ്രസ് സതീശനൊക്കെ വന്ന് പ്രസംഗിക്കുകയോ വല്ല കാര്യം ചെയ്താൽ തീർന്നു. ഇത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിളിക്കുകയാണ്. എന്റെ പേര് ലീലാമണി. ഈ കേക്കച്ചൻ എങ്കിൽ മാത്രമേ ഈ കോൺഗ്രസ് രക്ഷപ്പെടത്തുള്ളൂ. അതെ അതെ, അവൻ അത്രയ്ക്ക് ചെറ്റയവന്. കേരള സംരക്ഷണ യാത്ര എന്ന് പറഞ്ഞ് യാത്ര തുടങ്ങാൻ പോകുന്നു. എന്ത് തോന്നുന്നു? അവന് ചീമോട്ട കൊണ്ട് ഏറുകൊള്ളു മിക്കവാറും. ഇവനെ അമ്മമാരും ആളുകളും ഒക്കെ ചേർന്ന് ഇവനെ ചൂലും കെട്ടെടുത്ത് ഓടിക്കുമോ? ഓടിക്കും സാറേ, തീർച്ചയായിട്ടും ഓടിക്കും. അവൻ എന്ത് ചെറ്റത്തല കാണിച്ച. ഇവന്റെ കേക്ക് മുറിച്ചു കൊടുത്തവിടെ കൂട്ടുകാരി എങ്ങാണ്ട വെളിയിൽ കിടക്കുന്നത് എല്ലാം കൂടെ കൂടിയാ ഈ ചെറുക്കനെ ഇല്ലാതാക്കിയത്. എനിക്കും ഒരു ആൺകുഞ്ഞുള്ളതാ. എന്നിട്ട് മോശക്കൻ എന്നിട്ട് അതിജീവിത ഇവിടത്തെ അതിജീവിത അവനെക്കാട്ട് മോഹിച്ച് അവനെ കറക്കി അടിച്ച് അവന്റെ കാശും മേടിച്ചേച്ച് തന്തയില്ലാഴിയ പറയുന്നത്. ഇവനൊക്കെ അതിന് കൂട്ടും. ഈ രമേശ് ചെന്നിത്തലയും ഈ വേണുഗോപാലും ഇവരും ഒക്കെ ഇറങ്ങിയെങ്കിലേ ഈ കോൺഗ്രസ് നന്നാകത്തുള്ളൂ. ഞങ്ങൾ വലിയ പ്രതീക്ഷയിലിരിക്കുകയാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരിയാ. കോൺഗ്രസ് വരണേ എന്ന് ആഗ്രഹിച്ചിരിക്കുക. ഇവൻ പിണറായിയോട് കാശും മേടിച്ചാ ഇവൻ ഈ തന്തയില്ലാഴിയ കാണിക്കുന്ന ഈ കേക്കറ്റിന് കേൾക്കുമ്പോൾ നമുക്ക് ദണ്ണപ്പെടുക മനസ്സ്. എന്റെ പേര് രാജു തിരുവല്ല. ക്ലാസ്സിൽ പുതിയ പാർട്ടി ഉണ്ടാക്കണം. ഞാൻ അതിനോട് 100% യോജിക്കുക. പുതിയ പാർട്ടി ഉണ്ടാക്കി മാറട്ടെ. അവന്മാർ അവിടെ കിടന്ന് കളിക്കട്ടെ. പൊതുജന മധ്യത്തിൽ താല്പര്യമുള്ള മീൻസ് ഇറങ്ങി പ്രവർത്തിക്കുന്ന പിള്ളേരെ അവിടെ ഇവിടെയൊക്കെ നിർത്തട്ടെ. ഇവന്മാർ ജനറലായിട്ട് നിർത്തട്ടെ. ശശി തരൂരും സുധാകരനും ആരാ അതിന്റെ പാവം പിടിച്ചാണ് അവരുടെ അമ്മ നോക്കി നിൽക്കുമെന്നാ പറയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ. അതുപോലെ തിരിച്ചു വരുമ്പോൾ അതുപോലെ കിടന്ന് കമ്മ്യൂണിസത്തിന് വേണ്ടി കളിച്ച് അതിലൊക്കെ മാറ്റി ഉറപ്പിച്ച് ഇവന്മാരുടെ കൂടെ പണി ചെയ്യാൻ പോകുന്നത്. ഇവന്മാരെന്താ കേട്ടായി എന്താ വെള്ളം കോരിയിട്ടായി ഇവന്മാര്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പെട്ടെന്ന് ഞാൻ നിർത്തുക. ഈ യുവന്മാരെ ഉണ്ടല്ലോ യാതൊരു കാരണവശാലും ഇവന്മാർക്ക് ഈ പുതിയൊരു പാർട്ടി പോലെ പാർട്ടിയല്ല അവന്മാർക്ക് നല്ല പിടിപാടുള്ള ഇറങ്ങി ആക്റ്റീവായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നവർക്കെല്ലാം ചാൻസ് കൊടുക്കുന്ന രീതിയിൽ അവരെല്ലാം കൂടെ കൂടി ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ തീരെ ഇല്ലാത്തടത്ത് പോയിക്കോട്ടെ. അങ്ങനെ ചെയ്താൽ ഇവന്മാരെ നമുക്ക് രക്ഷപ്പെടാം. അല്ലെ ഏതായാലും അവിടെ നിൽക്കാൻ പറയണം. എന്റെ പേര് കുര്യൻ. ഞാൻ തേവര നമ്മളുടെ രാഹുൽ മാങ്കൂട്ടത്തിലെ സാറ് ഇത് പറഞ്ഞല്ല, ഒരു ഇതിലെ ചെയ്യണമെങ്കിൽ അവരെ പറവൂര് തന്നെ നിർത്തണത്. പറവൂര് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ CPM-കാരടക്കം വോട്ട് ചെയ്യും. BJP-ക്കാര് CPM-കാരടക്കം രാഹുലിന് വോട്ട് ചെയ്തത്. പറവൂര് ഇതിലെ ചെയ്യണമെങ്കിലുണ്ടല്ലോ അത് നല്ലൊരു ഇതായിരിക്കും എന്നാണ് എന്റെ ഒരു ഇത്. എവിടെയെങ്കിലും ഇലക്ഷൻ നിൽക്കണമെങ്കിൽ പാലക്കാട് നിൽക്കണമെങ്കിൽ പകരം പറവൂര് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവനെ തോപ്പിച്ചെടുക്കണത്. കേരള യാത്ര കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? എന്ത് പ്രയോജനം? ഒരു പ്രയോജനം ഉണ്ടാകുമ്പോഴുള്ളത് ഉള്ള ഇതും കൂടെ പോകുന്നുള്ളൂ. ഇടുക്കി ജില്ലയിൽ നിന്ന് കലനാരെന്ന് വിളിക്കുന്ന ആളാ. പേര് ബാബു. ഈ കോൺഗ്രസിലുള്ള ആ കേക്കച്ചനെയും ആ പന്തിനെയും മുരളീധരൻ അവനെയൊക്കെ ഒന്ന് ഇറക്കി വിടാവോ സാറേ? നമ്മളാണ് ഇറക്കി വിടുന്നത്, ജനങ്ങളല്ലേ ഇറക്കി വിടണ്ടേ? നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തിക്കും. ഇവന്മാര് ഇവന്റെ കായെടുക്കും പറഞ്ഞല്ലേ ഇരുന്നേ മാങ്കൂട്ടത്തിന്റെ കായെടുത്തില്ലേ? എന്നിട്ട് അരി പറത്തില്ലേ? അവനൊക്കെ ഇറക്കി വിടാനോ സാറേ മാർഗം? ഞാനൊക്കെ പോയി ഇവിടെ പോയി പറവൂർ പോയി പ്രവർത്തിക്കും. ഇവിടുത്തെ പാലക്കാട് പോയി ഞങ്ങൾ 150 പേരുണ്ട്. സ്വതന്ത്രനായിട്ട് നിൽക്കണം. ഇവന്മാര് കോൺഗ്രസിൽ പോകണ്ടവൻ. കോൺഗ്രസ് ഇല്ലാതെ സ്വതന്ത്രനായിട്ട് നിൽക്കണം. തൊടുപുഴയെന്നാ വിളിക്കണം സാറേ. എന്റെ പേര് സുശ്രീന. രാഹുലിനെ എന്നെ കാണിച്ചാൽ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണം കേട്ടോ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണെങ്കിൽ നിർത്തി അവനെ വിജയിപ്പിക്കാൻ നോക്കണേ. ഈ കോൺഗ്രസിലുള്ള ആരാ രാഹുലിനെ വേട്ടയാടുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിക്കുന്നത്? അത് നമുക്ക് പറയേണ്ട കാര്യമുണ്ടോ? ഒരുത്തിന്റെ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. നമുക്കറിയാമല്ലോ 3 നാറികളെ. ചെന്നിത്തലയും ഇവനും ഈ കേക്കച്ചനും കൂക്കച്ചനും അല്ലേ ഉണ്ടാക്കണുള്ളൂ, അല്ലാണ്ട് വേറെ ആരും ഉണ്ടാക്കണില്ലോ. നാട്ടിൻപുറത്തുള്ള അമ്മമാർക്ക് പോലും കാര്യങ്ങൾ മനസ്സിലായി ഇവന്മാരാണ് ഇതിന്റെ പിന്നിൽ നിന്ന്. ഈ ഓരോ അവളുമാരെ എനിക്ക് 62 വയസ്സുള്ളൊരു മാതാവാണ് ഞാൻ വിളിക്കണത്. ഇവിടെ ഓരോ പെണ്ണുങ്ങളെ
ചുമ്മാ തുണിയും പറിച്ചിട്ട് വെച്ച് ഒരാമ്പിളരെ വിളിച്ച് കയറ്റി വെച്ച് ഒരു ചെറ്റത്തരം പരിപാടി കാണിക്കണം. അവർക്ക് കണ്ടോ അവിടെ കെട്ടിയന്മാരുടെ സ്ഥാനത്തിന് വില വിലാഞ്ഞിട്ടത്. രാഹുലിനോട് എന്നെ പറഞ്ഞാലും മത്സരിക്കാൻ പറയണ്ടോ സാറേ? എന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു നല്ലൊരു കൊച്ചാ, മുഖ്യമന്ത്രി രാഹുലിനെതിരെ ഇവന്മാർ ഇത്ര അപവാദങ്ങളൊക്കെ പ്രചരിപ്പിച്ചിട്ടും ഈ ജനങ്ങൾക്ക് ഇവനോടുള്ള താല്പര്യം കുറഞ്ഞോ അതോ ഇവനോടുള്ള താല്പര്യം കൂടിയോ? എങ്ങനെയാ? അവനോട് ഒത്തിരി ആൾക്കാർക്ക് താല്പര്യം, ഒത്തിരി ആൾക്കാർക്ക്, സർവ്വ മനുഷ്യർക്ക്. എനിക്ക് ജീവൻ അവനെ ഷാഫി പറമ്പിനെ, ചാണ്ടിയമ്മനെ, അങ്ങനെ കുറെ പിള്ളേരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ കോൺഗ്രസ്സുകാരാ. ഞങ്ങൾ വോട്ട് ഇന്ന് വരെ മറിച്ച് ചെയ്യാത്ത ഒരാൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങളുടെ കാരണന്മാരായിട്ട് ഞങ്ങൾ കോൺഗ്രസ്സിൽ നിന്ന് വളർന്ന, ഞങ്ങളെ കോൺഗ്രസിൻ്റെ ചെയ്താൽ ഞങ്ങൾക്ക് ഉള്ളൂ. എൻ്റെ ചാച്ചനെ വിളിച്ചോണ്ടിരുന്ന കരുണാകരാന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അങ്ങനെ വിളിച്ചോണ്ടിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അത് കാരണം ഇനി മരണം വരെയും അത് തന്നെ കോൺഗ്രസിന് എന്നെ വോട്ട് ചെയ്യുള്ളൂ. അത് ഇങ്ങനെയുള്ള തിണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ രാഹുൽ എവിടെ നിൽക്കണോ വോട്ട് ചെയ്ത് ഞങ്ങളോട് അവിടെ ചെല്ലാൻ പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് അവന് വോട്ട് ചെയ്ത് വെച്ചു. എന്നൊക്കെ ഈ കേക്കച്ചൻ ഇതെല്ലാം ഈ പണിയെല്ലാം കഴിഞ്ഞ് കേരള യാത്ര നടത്താൻ പോകുന്നു, കേരളത്തെ നന്നാക്കാൻ. എന്ത് തോന്നുന്നു? അവൻ നന്നാക്കും. ഇതുപോലെയല്ലേ വളർന്നു തന്നെ പിള്ളേരെ അടിച്ചിരുത്തിക്കൊണ്ടല്ലേ അവൻ നന്നാക്കണത്. അവൻ നന്നാവും, അവൻ ശരിക്കും നന്നാവും. അവൻ നന്നാവാൻ പോണേ ഉള്ളവൻ. അവൻ അടിയൊന്നും ആയിട്ടില്ല, കൊട്ട് പഞ്ഞുള്ളൂ. അവന് പുറകെ വന്നോളും കൊട്ട്. ഈ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് അവന് കിട്ടിക്കോളും, ശരിക്കും കിട്ടിക്കോളും. 3 പേർക്കിട്ടും. മുരളിയും കൊണാന്ന് കാണിക്കുന്ന മുരളിക്കിട്ടും കിട്ടിക്കോളും. ചെന്നിത്തലയും മുരളിയും തേക്കച്ചനും കൂക്കച്ചനും ഒക്കെ കിട്ടിക്കോളും, ശരിക്കും കിട്ടിക്കോളും. ഈ ഇലക്ഷൻ കഴിഞ്ഞോട്ടെ, ഈ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും കിട്ടിക്കോളും. ഞാൻ അമേരിക്ക എന്നാ വിളിക്കുന്നത്. എൻ്റെ പേര് ജോണി. ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ ഇത് നിങ്ങൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിപ്പുണ്ടല്ലോ ന്യൂസിൽ. ഞാനത് എപ്പോഴും ഞാൻ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടൻ യുവജനങ്ങളുടെ ഏറ്റവും വലിയ ശക്തനാണ്. അത് നിങ്ങൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് കണ്ടുകൊണ്ടിരിക്കുവാണ്. ഞങ്ങളെല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടത്തിലാണ്. എനിക്ക് 65 വയസ്സായി, ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു. പുള്ളി വളർന്നു വന്നതിന് ഇതുപോലെ ഒരിക്കലും പുള്ളിയെ തരം താഴ്ത്തി ഇങ്ങനെ കൊണ്ടുപോകരുത്. കോൺഗ്രസ്സുകാരൊക്കെ ഞാൻ ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുമ്പോൾ ഞാൻ നാട്ടിലെ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഈ പിള്ളേർ വളർന്നു വരുമ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. എങ്ങനെ ഞങ്ങളൊക്കെ നാട്ടിലേക്ക് വരും? ഒരു പെണ്ണ് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പിടിച്ചകത്തിട്ടില്ലേ? എന്ത് രാജ്യം? ഞാൻ 15 വർഷമായിട്ട് അമേരിക്കയിൽ ജീവിക്കണമാണ്. ഞാനിവിടെ എനിക്ക് വീടുണ്ട്, ഞാൻ നാട്ടിൽ എനിക്ക് സ്ഥലമുണ്ട്. അത്രത്തോളം ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാൻ. ഒരു പെണ്ണ് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയുക എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അപ്പോൾ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത് രാജ്യം, എന്ത് ലോകം? ഭയങ്കര കഷ്ടമാട്ടോ. ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പേടിയാണ്. ഇതിനെക്കുറിച്ച് സത്യസന്ധമായ ജനങ്ങളുടെ അഭിപ്രായവും വാർത്തയും കൊടുത്ത് എനിക്കെതിരെ 3 ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തു. ഇവന്മാരോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം, കോടതിയിൽ ഈ കേസ് പൊളിയുമ്പോൾ, അതായത് പരാതിക്കാരി പോലും ഇല്ലാതാണ് കേസെടുക്കുന്നത് ഓർക്കണം. ആ പരാതി കൊടുത്തവർ പോലും പോലീസിന്റെ മുന്നിൽ വരാതെ നാണം കെട്ട് നിൽക്കുമ്പം ഇവന്മാർ നാളെ ഇതൊരു വ്യാജ പരാതിയായിരുന്നു, ഇത് കോടതിയിൽ പൊളിയുമ്പം ഇവന്മാരെന്ത് പറയും? ഞാനവിടെ ഒന്ന് താമസിച്ചു. പാല് കൊണ്ടുവന്ന് വീടിന്റെ പുറത്ത് വെച്ചിട്ട് ഞാൻ എടുത്ത് ചൂടാക്കി കഴിക്കും. എന്റെ വീടിനകത്ത് കേട്ടില്ല, കാരണം എനിക്ക് പേടിയാ. പണ്ടൊക്കെ അരിഞ്ഞാണം കിട്ടുന്ന പോലെ ഫ്രണ്ടിലും ബാക്കിലും ഓരോ ക്യാമറയും കൂടെ വെച്ചോണ്ട് നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. അല്ല, ഞാൻ ചോദിച്ച പെണ്ണുങ്ങൾ എന്നാ പറഞ്ഞാലും സ്ത്രീകൾ എന്ത് പറഞ്ഞാലും അതിലെ നിയമമുള്ളൂ. അവരുടെ മുമ്പിൽ പോലീസുകാരും മന്ത്രിമാരും എല്ലാം മുട്ടുകൊടുക്കും. നമ്മുടെ സത്യസന്ധത, ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് നമ്മുടെ സത്യസന്ധത ആരെങ്കിലും ഭവിക്കുമോ? ഇല്ല കേരളത്തില്. പക്ഷെ ഇവിടെ അമേരിക്കയില്, ഞാനിപ്പോൾ അമേരിക്കയിൽ ഇന്നുകൊണ്ടാണ് നിങ്ങളോട് വിളിച്ച് സംസാരിക്കണേ. അമേരിക്കയില് ഒരിക്കലും ഇങ്ങനൊരു സംഭവം നടക്കില്ല. കാരണം അത് ഇവിടുത്തെ നിയമമുണ്ട്. ഒരു പെണ്ണ് സമ്മതിക്കാതെ ബലമായിട്ട് അവളെ പിടിച്ചാൽ അവൾ അപ്പം തന്നെ പോലീസിനെ വിളിക്കും, അപ്പം തന്നെ പെയിന്റ് ചെയ്യും. ഇത് 4 കൊല്ലം മുമ്പ് നടന്നു, 5 കൊല്ലം മുമ്പ് നടന്നു ഒക്കെ വിളിച്ചു പറഞ്ഞാൽ കേരളത്തിൽ നടക്കും. ഇത് പരാതി ഉണ്ടെങ്കിൽ ആ സെക്കൻഡിൽ കൊടുക്കണം. അതാണ് സ്ത്രീ. അന്ന് 4 വർഷം മുമ്പ് അത് ബലാത്സംഗമായിട്ട് തോന്നിയില്ല, അത് മനസ്സിലായില്ല. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അത് ബലാത്സംഗമായിരുന്നല്ലോ ദൈവമേന്ന്. അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണിയാ, യൂസ് ചെയ്യാനും വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ രാഹുൽ മാങ്കൂട്ടം ചെയ്ത ഒരു തെറ്റുമല്ല, അവനത് പറഞ്ഞു, ആ കാര്യം ചെയ്യുന്നു. പിന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവാൻ കസേര വെച്ചോണ്ടിരിപ്പുണ്ട്. ജയിക്കും, മുഖ്യമന്ത്രി ആവാതിരിക്കുമോ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിലും നല്ല ഉശിരുള്ള നല്ല പ്രവർത്തകനാണ്. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിന് ഞങ്ങൾ കൈവിട്ടില്ല. എൻ്റെ പേര് ജോയി, ഞാൻ കർണാടകയിൽ നിന്നാണ് വിളിക്കുന്നത്.
ഇപ്പോഴത്തെ ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്തകളും കാര്യങ്ങളൊക്കെ ഞാനിരിക്കുകയാണ്. നമ്മുടെ നിയമസഭ ഇലക്ഷൻ വരാൻ പോണു. സാറേ, എനിക്ക് പറയാനുള്ളത്, ഞങ്ങള് കുടുംബപരമായിട്ട് ഞങ്ങൾ കോൺഗ്രസ് ഫാമിലിയാണ്. എൻ്റെ കുടുംബവും എൻ്റെ വൈഫ്, എൻ്റെ മോള്, എൻ്റെ അനിയന്മാർ, എൻ്റെ സിസ്റ്റർമാരുടെ മക്കള്, ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ കുടുംബത്തിൽ 56 വോട്ട് വരുന്നുണ്ട്. ഞങ്ങൾ ഈ പ്രാവശ്യം നോക്കിയിട്ട് ഈ 56 വോട്ടും ഞങ്ങളെ, അതായത് എനിക്കിപ്പം 48 വയസ്സുണ്ട്. എൻ്റെ ഓർമ്മയ്ക്ക് ഇടയിൽ ഞങ്ങൾ വേറെ ആർക്കും വോട്ട് ചെയ്തിട്ടില്ല. ഈ 48 വയസ്സിനുള്ള ഇടയിൽ ഒരു മറ്റുള്ള പാർട്ടിക്ക് ഞങ്ങൾ ഓൺലി കോൺഗ്രസിനാണ് വോട്ട് കൊടുത്തേക്കുന്നത്. അത് ഈ പ്രാവശ്യം ഞങ്ങൾ ചെയ്യാൻ പോണത് ഈ 56 വോട്ടും ഞങ്ങൾ BJPക്ക് കൊടുക്കും. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കോൺഗ്രസിലുള്ള ഈ നെട്ടൂർ കേക്കച്ചനും ഈ തക്കാളിക്കണ്ണൻ രമേശും ഈ കിങ്ങിണിക്കുട്ടനും പിന്നെ ഒരു പെണ്ണുപിടിയിലുണ്ടല്ലോ, ഒരു മലപ്പുറത്തിട്ട് പെണ്ണു പിടിച്ച ഒരു ഉണ്ണിക്കുട്ടൻ, യുവമാരിലാടെ കൂടി എന്തർത്ഥത്തിലാണ് കുറ്റവിചാരണ നടത്തി ഈ രാഹുലിനെ ഇങ്ങനത്തെ ഒരു എന്താ പറയുന്നത് ഒരു തന്തയ്ക്ക് പറക്കാത്ത പണി കാണിച്ച് ഈ രാഹുലിനെ പുറത്താക്കിക്കുന്നു. സാറേ, എന്തിയാ സാറേ കോടതിയിലെ വിധി? എന്തിയാ സാറേ? കോടതിയാണല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയാണല്ലോ നീതിന്യായ കോടതി. കോടതിക്ക് നോക്കിയിട്ട് കോടതി കുറ്റം തെളിച്ചിട്ടില്ല. രാഹുലിന്റെ 1, 2, 3 കേസ് വന്ന് 3 കേസിനകത്ത് എന്തിയാ സാറേ? അങ്ങനെ ഉണ്ടെങ്കിൽ സാറേ, ഇത് രാഹുൽ അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വരട്ടെ. ഇതെല്ലാം കാണാമറത്തുന്നുകൊണ്ട് രാഹുലിനെതിരെ ഒറ്റിക്കൊടുക്കല്ലേ സാറേ? കാള പറ്റൂന്ന് പറഞ്ഞാൽ ഈ കേക്കച്ചനും ഈ തക്കാളിക്കണ്ണൻ രമേശനും ഈ അരമനക്കുണ്ടനും കൂടി പുള്ളിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. അതുകൊണ്ട് ഇപ്പൊ എന്താ വരാൻ പോണെന്ന് വെച്ചാൽ സാറ് നോക്കിയോ സാറേ, പാലക്കാട് രാഹുൽ ഇല്ലെങ്കിൽ പാലക്കാട് കോൺഗ്രസ് ജയിക്കത്തില്ല. രാഹുലിന്റെ സ്ഥാനത്ത് വേറെ ആരെ നിർത്തി കഴിഞ്ഞാൽ സാറേ പാലക്കാട്ടെ ജനങ്ങൾ വോട്ട് ചെയ്തില്ല സാറേ, കോൺഗ്രസ് ജയിക്കത്തില്ല. കാരണം രാഹുൽ ആരാണെന്നുള്ളത്, രാഹുലിന്റെ മേളിൽ കെട്ടിച്ചുമത്തിയ കാര്യങ്ങൾ എന്താണെന്നുള്ളതും കേരളത്തിലെ ജനങ്ങൾ നമ്മൾ അരിയാകാരം കഴിക്കുന്ന നമ്മളെ ആൾക്കാർ പൊട്ടന്മാരൊന്നുമല്ല സാറേ, മനസ്സിലാക്കി. സുനിൽ സാറാണ് ഈ ലോകം മുഴുവൻ ഈ ന്യൂസ് എത്തിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും സത്യാവസ്ഥ മൊത്തം അറിഞ്ഞത്. കാരണം ഇപ്പൊ രാഹുൽ ജാമ്യത്തിലുള്ള എന്തുകൊണ്ടാണ് കോടതി പോണക്കും നല്ല വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ടല്ലോ സാറേ. അതായത് ഇപ്പം കുറ്റം ചെയ്തവരും കുറ്റക്കാരും ഈ രാഹുലിനെ കാട്ടിലും അപ്പുറത്ത് ചെയ്തവർ ഇപ്പോഴും മന്ത്രിസ്ഥാനത്ത് MLA സ്ഥാനത്ത് അവർക്ക് എന്താണ് സാറേ ഈ ഒരു ഇത് എടുക്കാത്തത്? ഇതെല്ലാം ജനങ്ങൾ കണ്ട്. ഇതെല്ലാം സാറേ ഇപ്പൊ നിയമസഭ ഇലക്ഷൻ സാറ് വരട്ടെ സാറേ, April, May. ഞാൻ ഇവിടുന്ന് കർണാടകത്തിൽ നിന്ന് ഞാൻ ഈ രാഹുൽ നിൽക്കുന്നുണ്ടെങ്കിൽ രാഹുലിന്റെ പേർക്ക് ഞാൻ പ്രചരണം നടക്കാൻ ഞാൻ കർണാടകത്തിൽ നിന്ന് പോകും സാറേ. അതിൻ്റെ അത് വേറെ യാതൊരു സംശയമില്ല. പക്ഷെ രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങളുടെ 56 വോട്ട്, എൻ്റെ കുടുംബത്തെ 56 വോട്ട് ഞങ്ങൾ BJPക്ക് കൂത്തും. പക്ഷെ എന്നാലും ഈ VD സതീശനും ഈ രമേശും ഉള്ളിടത്തോളം ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യത്തില്ല. കാരണം അതുപോലത്തെ ഒരു നെറുകേടാണ് ഇവന്മാർ കാണിച്ചത്. ഈ മുതുകാളകൾ എന്ന് പറഞ്ഞാൽ നീ ഇവന്മാർ കുടിയിലോട്ട് പോകാൻ വേണ്ടി സ്റ്റാമ്പ് അടിച്ച് വിസ അടിച്ചിരിക്കുക, ഒരു വെല്ലടിച്ചാൽ മതി. ഇവന്മാർ ഇപ്പോഴും മന്ത്രിസ്ഥാനവും ഈ ചെറുപ്പക്കാർ പിള്ളേർ കയറി വരണ്ടേ സാറേ? ഈ ഷാഫി പറമ്പിൽ, ഈ ചാണ്ടി ഉമ്മൻ, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ, മാത്യു കുഴൽനാട്, ഇങ്ങനെയുള്ള ആൾക്കാർ കയറി വന്നാലേ ഇനിയിപ്പം കേരളം രക്ഷപ്പെടുത്തില്ല. ഈ മുതുകാളകൾ എഴുന്നേറ്റ് നിൽക്കാൻ മേലത്തെ മുതുകാളകൾ ഇപ്പോഴും അവർക്ക് മന്ത്രിസ്ഥാനം വേണം, അവർക്ക് MLA സ്ഥാനം വേണം, അവർക്ക് ഇപ്പോഴും കസാരയ്ക്ക് ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല സാറേ. അതുകൊണ്ട് ഈ പ്രാവശ്യം സാറ് നോക്കി സാറേ, അന്യായ പരാജയം കോൺഗ്രസ് നേരിടും. അത് തീരുമാനിച്ചിരുന്ന കേസാണ്. ഈ പ്രാവശ്യം സാർ നോക്കി കേരളത്തിൽ നല്ല രീതിയിൽ BJP പേര് പിടിക്കും. കാരണം മണ്ടന്മാരൊന്നുമല്ല ജനങ്ങൾ. UDF രാഹുൽ ഇല്ലാത്ത ഒരു UDF നമുക്ക് കേരളത്തിൽ വേണ്ട. അത് തീരുമാനിച്ചിരിക്കുന്ന കേസാണ്. ജനങ്ങൾ തീരുമാനിച്ച് വെച്ചേക്കുകയാണത്. 10 വർഷം ഇവരുടെ ഭരണത്തിൽ നിന്ന് നമ്മൾ കണ്ണിൽ എണ്ണ കഴിച്ച് ഇവന്മാർ ഇറക്കൂടെ നോക്കിയിരുന്നപ്പോഴാണ് ഈ കേക്കച്ചനും ഈ തക്കാളിക്കനും രമേശനോട് കൂടി ഞങ്ങളുടെ പണി ഒപ്പിച്ചത്. ഈ പാവം പിടിച്ച ഈ രാഹുലിനെ എന്തർത്ഥത്തിലാണ് സാറേ ഈ പുള്ളിയെ ഈ പുറത്താക്കിയത്? എന്തർത്ഥത്തിലാണ്? എന്നിട്ട് എന്താണ് കോടതിയിൽ ഈ കേസ് തെളിയിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കോടതിക്ക് മേളിലൊരു കോടതി ഇല്ലല്ലോ സാറേ ഇന്ത്യയിലെ. കോടതി നോക്കിയിട്ട് കണ്ടു കഴിഞ്ഞപ്പം കോടതിക്ക് കണ്ടതും പിടിച്ചെല്ലാം സംശയം. ഇപ്പൊ നമുക്ക് നാളെ ഒരു ഇമെയിൽ അയച്ച് നമ്മളും ഇതുപോലക്ക് നമ്മുടെ കാര്യത്തിലും തീരുമാനം എടുക്കുമല്ലോ. എന്നിട്ട് എന്തിയാ സാറേ ഇമെയിൽ വഴിയിൽ മെയിൽ അയച്ചേക്കുന്നു, എന്നെ പിടിച്ചു, എന്നിട്ട് ആരും പുറത്തോട്ട് വരുന്നില്ലല്ലോ. ആട് കിടന്നിടത്ത് പൂട മുടക്കില്ല ഇപ്പം. എന്നിട്ട് എന്തുകൊണ്ടാണ് സാറേ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങി വരുന്നില്ല? കോടതി വന്ന് തെളിവ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് സാറേ ഈ പ്രാവശ്യം ഈ കേക്കച്ചനും രമേശനും എവിടെ നിന്ന് കഴിഞ്ഞാലും കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞേക്കണം, ഇവന്മാരെ 2 പേര്, പിന്നെ ഈ കിങ്ങിണിക്കൂട്ടൻ, പിന്നെ ഒരു ഉണ്ണി മലപ്പുറം ആ വഴിക്കേട്ട് നാട്ടുകാർ ഊക്കി പിടിച്ച അവനെ, ഇവന്മാരെ 4 പേരെയും സാറേ ജനങ്ങളോട് പറയണം. സുനിൽ സാറേ, ഇവന്മാരെ 4 പേരെയും തോപ്പിക്കണമെന്ന് പറയണം. ഇവന്മാർക്ക് വോട്ട് കൊടുക്കുകയില്ല. ഇവന്മാർ അന്യായ രീതിയിൽ ഇവന്മാർ പരാജയത്തിലേക്ക് വരണമാകും. കാരണം അതുപോലത്തെ എന്തുകൊണ്ടാണ് ഈ രാഹുൽ വളർന്നു കഴിഞ്ഞാൽ ഇവരുടെ പണിയാ. രാഹുലിനെ ഷാഫി പറമ്പിൽ, നമ്മുടെ മാത്യൂസ് കുഴൽനാടൻ, പിന്നെ ചാണ്ടി, ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ഇവന്മാർ വളർത്തുക. ഈ മുതുകാളകൾ
സാർ ഈ മുതുകാളകൾ തന്നെ ഇതൊരു എന്താ പറയുക ഒരു യൂണിയൻ മുളക്കൊരു ഗ്യാങ് ആയിക്കാണ് നമ്മുടെ രാഷ്ട്രീയത്തില്. അവന്മാർ ഇരിക്കുന്നിടത്തോളം കാലം അവന്മാർ വേറെ പിള്ളേർക്ക് അവന്മാർ അവസരം കൊടുത്തില്ല. പിള്ളേർ കയറി വന്നാൽ അവരുടെ അവസരം പോകും. അതിനാണ് ഇവന്മാരെ ഇവർ വളർത്താത്തുള്ളൂ. അതുകൊണ്ട് ഈ പ്രാവശ്യം സാറേ പറയുന്നത് രാഹുൽ UDF ഇല്ലെങ്കിൽ സാർ നോക്കിക്കോണം. ഇവന്മാർ നല്ല രീതിയിൽ ഈ പ്രാവശ്യത്തെ വോട്ട് നമുക്കറിയാം സാറേ. വോട്ട് ഇലക്ഷൻ വരട്ടു സാറ് കാണണം. പാലക്കാട് രാഹുൽ അല്ലാതെ വേറെ ആരും എന്ന് കഴിഞ്ഞാൽ സാറേ പാലക്കാട് ജനങ്ങൾ ജയിപ്പിക്കുകയല്ല. അത് തീരുമാനിച്ചുറപ്പിച്ചിരുന്ന കേസാണ് സാറേ. ഇത് തീരുമാനിച്ചിരുന്ന ഈ നെട്ടൂർ കേക്കച്ചനെ ഉണ്ടല്ലോ, ഇവനെ എവിടെ പോയി കഴിഞ്ഞാൽ ഇവനെ തോപ്പിക്കും. കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴെ തീരുമാനിച്ചിരുന്ന കേസാണത്. ഇവനെ സാറ് ഒരു അനൗൺസ്മെന്റ് സാറേ കൊടുത്താണ് ന്യൂസിൽ. ഈ നെട്ടൂർ കേക്കച്ചനെ ഈ തക്കാളിക്കലും രമേശനെയും ഇവന്മാർ രണ്ടിനെയും കേരളത്തിൽ എവിടെ നിന്ന് കഴിഞ്ഞാലും ഇവന്മാരെ ജയിപ്പിക്കരുത്. ഇവന്മാർ രണ്ടുമാണ് നമ്മുടെ രാഹുലിനോട് പണിതേക്കുന്നത്. കോടതി പോലും വെറുതെ വിട്ടു. ഒരു എന്താ പറയുന്നത്, ഒരു കൊടുത്ത ആളുടെ പേരില്ല, വിവരമില്ല, ഒന്നുമില്ല. കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നും യൂറോപ്പിൽ നിന്നും പീഡന കേസ് വരിക. പാതിരാത്രിക്ക് തീവ്രവാദികളെ പിടിക്കുന്നവർക്ക് പിടിക്കുക. എന്നിട്ട് എന്തിയാ സാറേ ഇതിലേ പോയി കേസ് അതിലേ പോയി. എന്നിട്ട് പോണെങ്കിൽ കോൺഗ്രസിലുള്ള നാറികൾക്ക് ഇപ്പോഴും ബോധമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറയേണ്ടത്. അപ്പം കോൺഗ്രസിന്റെ അവസാന കാലമായിരുന്നു, അത്രേ ഉള്ളൂ. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ BJP പേര് പിടിക്കും. അത് സാർ നോക്കിക്കോ. ഈ നിയമസഭാ ഇലക്ഷൻ നോക്കിക്കോണം. നമ്മുടെ BJPക്ക് ഈ കേരളത്തിൽ ഒരു 2-3 സെറ്റ് ഇതിന്റെ പശ്ചാത്തലത്തിൽ കിട്ടും. ഈ രാഹുൽ പ്രശ്നത്തിന്റെ ഇതില് രാഹുലിനെ ഇവന്മാർ തിരിച്ച് എടുത്തിട്ടില്ലെങ്കിൽ സാറേ ഇവന്മാർ പാലക്കാട് ഇപ്പൊ രാഹുലിന്റെ പേരിൽ ആരെന്ന് പറഞ്ഞാൽ അവിടെ ജയിപ്പിക്കുന്നത് ജനങ്ങൾ, അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കും. കാരണം രാഹുലിനെ ഇവന്മാർ മനഃപൂർവ്വം ചവിട്ടിത്താത്തതാ. മനഃപൂർവ്വം രാഹുൽ പൊങ്ങി വന്നാൽ ഇവന്മാർക്കൊന്നും രക്ഷയില്ല. അത് കാരണം ഇവന്മാരെല്ലാം കൂടി 2-3 മുതുകാളകൾ കൂടി ഇവന്മാർ ഈ കേക്കച്ചനും ഈ തക്കാളിക്കണ്ണനും ഈ കിങ്ങിണിക്കുട്ടനും ഈ മലപ്പുറം ഉണ്ണി അവനെയല്ല കാറിലിട്ട് ഊക്കിപ്പിടിച്ചത് ഇവനോട് കൂടി ഈ നമ്മുടെ ഈ രാഹുലിന്റെ പണി കൊടുത്തതാണ്. അതുകൊണ്ട് രാഹുലില്ല സാറേ. ഞങ്ങളെടുത്തേക്കും തീരുമാനം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിലെ എൻ്റെ സിസ്റ്റേഴ്സിന്റെ എൻ്റെ ബ്രദേഴ്സിന്റെ ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ BJPക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നതാണ് ഈ ഏപ്രിൽ ഈ നിയമസഭ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു തീരുമാനത്തിലുള്ള ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങൾ ഈ പ്രാവശ്യം കോൺഗ്രസിന് കുത്തുകയല്ല. കാരണം രാഹുൽ ഇല്ലാത്തൊരു കോൺഗ്രസ് UDF ഞങ്ങൾക്ക് വേണ്ട. ആ ഒരു തീരുമാനത്തിലെത്തി. സാറ് പറഞ്ഞത് കറക്റ്റാ സാറേ. കോൺഗ്രസ് മുന്നണി രാഹുലിന്റെ നേതൃത്വത്തിലാക്കാമെങ്കിൽ ജനലക്ഷം കൂടെ വരികയും ചെയ്യും, വിജയിക്കുകയും ചെയ്യും. നല്ലൊരു കാര്യമാണ്. അതിന് മുൻതൂക്കം കൊടുത്ത് ആഭ്യന്തരം കൈ കിട്ടത്തക്ക രീതിയിലുള്ള സംവിധാനം വേണം സാറേ. അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ കേട്ടു. അങ്ങനെയാണ് വേണം. അങ്ങനെ ഒരു ഇത് വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കോൺഗ്രസ് ചെറിയ മുന്നണി എന്നും പറഞ്ഞൊരു എണ്ണം ഉണ്ടാക്കി ശശി തരൂർ സാറിനെ കൊണ്ടും ബാക്കി എല്ലാവരും ഇങ്ങ് പോരും. നെട്ടൂര് അങ്ങ് ഒതുങ്ങിക്കോളും. അതാണ് ഇനി വേണ്ടത് സാറേ. എന്നാലേ ശരിയാവത്തുള്ളൂ. പിന്നെ എത്രയും പെട്ടെന്ന് രാഹുലിനെ വിളിച്ചൊന്ന് അല്ലെങ്കിൽ അവരുടെ ആൾക്കാരെ വിളിച്ചൊന്ന് പറഞ്ഞ് അതിന് തീരുമാനം എടുക്കാമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇനി അവൻ്റെ പോയി നക്കാൻ പോയതിനേക്കാളും നല്ലത് ഇതാ നല്ലത്. എന്നാൽ നല്ല പിള്ളേര്, ഒരുപാട് പിള്ളേര്, ജനലക്ഷം പിള്ളേര് രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നണി ആയിട്ട് വരികയും ചെയ്യും. അത് ഒന്നടക്കം വൻ വിജയമായിരിക്കും ഇത്. സാറിന്റെ ഇത് ഇട്ടത് എല്ലാവരും കണ്ട് എല്ലാവരും അത് തന്നെ കമന്റിനകത്ത് പറയുന്നതും എല്ലാവരും പറയുന്നത് അത് തന്നെ. അങ്ങനെ ഒരു മുന്നണി ഉണ്ടാക്കണമെന്ന് എൻ്റെ ആഗ്രഹം തന്നെ അങ്ങനെ. അതിന് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ഞാനും എടുക്കാൻ തയ്യാറാണ്. എൻ്റെ ഒരുപാട് ആൾക്കാരുണ്ട്, അവരെല്ലാം ഇത് ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടം ഒരു പ്രത്യേക മുന്നണിയായിട്ട് രൂപീകരിച്ച ഏറ്റവും നല്ലതായിരിക്കും. ആൾക്കാരെ എടുക്കുകയും ഈ 3 പെണ്ണുങ്ങളെല്ലാം മൂലയ്ക്ക് ഇരുന്നോളും. എന്തായാലും 3 പേരെ എന്തായാലും പരാജയപ്പെട്ടേ പറ്റത്തുള്ളൂ. സാർ അതിനു വേണ്ടി പ്രവർത്തിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.